ഇന്നൊരു പരീക്ഷണ ദിവസം കേട്ടോ. നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് മുട്ട വിരിയിക്കാൻ പോവുക. അതും സ്പെഷ്യൽ മുട്ടയാണ്, നമ്മൾ മെൽബണിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയ ഒരു 12 eggs. നടക്കുമോ നടക്കില്ല എന്നൊന്നും അറിയില്ല, എന്നാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പണ്ട് ചെറുപ്പത്തിൽ മുട്ട കോഴി അടയിരുന്നിട്ട് മുട്ട വിരിയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഇൻക്യുബേറ്റർ പരീക്ഷണം വിജയിക്കുകയില്ല എന്നൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും രസമല്ലേ ഒരു 21 ദിവസം കാത്തിരുന്നിട്ട് അവസാനം ഇങ്ങനെ മുട്ട തുറന്ന് ചിക്കൻ പുറത്ത് വരുന്നത് കാണാൻ. ആ കാത്തിരിപ്പിനൊരു സുഖമല്ലേ. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ആകെ ചെയ്യേണ്ടത് 2 കാര്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ എഗ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ആ ബോട്ടിലിൽ വെള്ളം വെച്ചിട്ട് ഹ്യൂമിഡിറ്റി സെറ്റ് ആക്കാം, പിന്നെ ടെമ്പറേച്ചറും സെറ്റ് ചെയ്യണം. ഒരു 7th ഡേ ആകുമ്പോഴും 14th ഡേ ആകുമ്പോഴും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം അതിൽ ഹാർട്ട് ബീറ്റ്സ് വന്നു എന്ന്. ചിലത് ഫുൾ എംപ്റ്റി ആയിരുന്നു, അതിലൊന്നുമില്ല. ചിലതിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിയോയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ചെയ്യാൻ. പുതിയത് എക്സ്പീരിയൻസ് ചെയ്യാനും പുതിയത് കണ്ടറിയാനും കേട്ടറിയാനൊക്കെ റിയോയ്ക്ക് 21 ദിവസമായിട്ടോ നമ്മൾ എഗ്ഗ് വെച്ചിട്ട്. ഇപ്പോൾ രാവിലെ തൊട്ട് ഞാനും റിയോയും എല്ലാവരും കൂടി ഇതിൻ്റെ മുന്നിലാണ് ഫുൾ ടൈം. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ക്രാക്കൊക്കെ വന്ന് പിന്നെ ഓരോരുത്തരായി പുറത്ത് വന്നു. നല്ല രസമല്ലേ കാണാൻ. ഇവനാണ് നമ്മുടെ താരം, അങ്ങ് മെൽബണിയിൽ നിന്ന് വന്ന താരം. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുമണികളും ഇതുപോലെയൊക്കെ ആവും. അപ്പോൾ വേറെ വീഡിയോ ചെയ്യാവേ. ഇതൊരു യൂറോപ്യൻ ബ്രീഡാണേ. ഇതിൻ്റെ പേര് പോളിഷ് ഫ്രിസിൽ എന്നാണ്. നല്ല വെറൈറ്റി ഇല്ലേ കാണാൻ. ഇവരിനി വളർന്ന് വലുതായിട്ട് വേണം നമ്മുടെ ഫ്ലഫിക്കും സ്നോയ്ക്കും നമ്മുടെ സിൽക്കി കുട്ടന്മാർക്കൊക്കെ ഒരു കൂട്ടാവാൻ.